നാച്ചുറലായിട്ട് കഴിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. നിങ്ങൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറ്റിങ് എടുക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം. ഒരു തുള്ളി ഓയിൽ ഇല്ലാണ്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മൾ അപ്പോൾ കൂട്ടുകാരെ നമസ്കാരം. നമുക്കൊരു ഓംപ്ലേറ്റ് തയ്യാറാക്കാം. ഓംപ്ലേറ്റിനൊരു പ്രത്യേകതയുണ്ട്. പച്ചവെള്ളത്തിലാണ് നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കുന്നത്. ഒരു തുള്ളി ഓയിലില്ലാതെ. അതായത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ ആണ്, എണ്ണ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എണ്ണയ്ക്ക് വില കൂടുതലാണ്, വെളിച്ചെണ്ണ വില കൂടുതലാണെന്നൊക്കെ ഉള്ള പേടിയും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് വെറും പച്ചവെള്ളത്തിൽ നമ്മൾ ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ഞാനിവിടെ ഒരു മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ പ്ലെയിൻ ആയിട്ടോ എന്ന് വെച്ചാൽ നമുക്ക് പച്ചമുളകോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. അത് ഒരു ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. അതിനുശേഷം അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നു. ബീറ്റ് എടുത്ത ശേഷം നമ്മൾ പാൻ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അപ്പം അടുപ്പ് കത്തിച്ചിട്ട് നമ്മൾ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നു. നന്നായിട്ടൊന്ന് തിളക്കട്ടെ കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം കുറയ്ക്കരുത്, നല്ല തീ തന്നെ ആയിരിക്കണം. ഇനി എന്താ സംഭവിക്കേണ്ടത് നിങ്ങൾ നോക്കിക്കോ. പച്ചവെള്ളത്തിൽ നിന്നാണ് തിളച്ച് നല്ല രീതിയിൽ തന്നെ മുട്ട വെന്തുമ്പോഴത്തേക്കും നമുക്ക് ഒരു സൈഡും കൂടെ മറച്ചു കൊടുക്കാം. മുറിഞ്ഞു പോയാലും കുഴപ്പമില്ല, കാരണം ഇത്ര നല്ല സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ കട്ടായി പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിനുശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കഴിച്ച് നോക്കട്ടോ. മുട്ടയുടെ യഥാർത്ഥ ടേസ്റ്റ് അറിഞ്ഞിരിക്കുന്നത് കഴിച്ച് നോക്കണം. ഒരു തുള്ളി ഓയിലില്ലാണ്ട് കൊളസ്ട്രോളോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് മുട്ട കഴിക്കുന്നതേ കൊളസ്ട്രോളാണെന്ന് നിങ്ങൾ പറയും. പക്ഷേ അതിനടുത്ത് എണ്ണയും കൂടെ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് പേടിക്കും. പക്ഷേ ഇതില്ലാണ്ട് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ടേസ്റ്റ് വ്യത്യാസമില്ല. നാച്ചുറലായിട്ട് കഴിച്ച് നമുക്ക് കഴിക്കാൻ പറ്റും. നല്ലതാണ്, ഹെൽത്തിന് നല്ലതാണ്. നിങ്ങൾ ജിമ്മിലൊക്കെ വർക്കൗട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളിതൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഡയറ്റിങ് എടുക്കുന്നവർക്കാണെങ്കിൽ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാം. ഒരു തുള്ളി ഓയിലില്ലാണ്ട് നമ്മൾ ചെയ്യുക. അപ്പോൾ നമ്മളിപ്പം ഒരു മുട്ടേനെ എടുത്തപ്പോൾ അത്യാവശ്യം നമുക്ക് കഴിക്കാനുള്ള രീതി തന്നെ കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ആവശ്യം കുരുമുളകും ഉപ്പൊക്കെ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ബുൾസയൊക്കെ ഉണ്ടാക്കുന്നല്ലേ, അപ്പോൾ അതിനെക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് ഒക്കെയാണ്. സാധാരണ നമ്മൾ ഒത്തിരി ഓയിൽ ഒഴിച്ച് ചെയ്യുമ്പോഴാണ് ഇതേപോലെ നല്ല തിക്കായിട്ട് കിട്ടുന്നത്. പക്ഷേ ഇത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പം നല്ല അടിപൊളി തിക്കായിട്ട് പച്ചവെള്ളത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആലോചിക്കണേ. ഒരു രക്ഷയില്ല, മസ്റ്റായിട്ട് എല്ലാവരും ട്രൈ ചെയ്യണം. എന്നിട്ട് ഇതുണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ അമർത്താൻ മറക്കരുത്. അതിൽ ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം. എങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടണമെങ്കിൽ നിങ്ങളത് ചെയ്യണം.